ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള മുളക് ബജിയാണ്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ബജികളിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബജി കിട്ടുന്നത്. ഒരു തവണ ഇതുപോലെ നിങ്ങൾ വീട്ടിലും തയ്യാറാക്കി നോക്കൂ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു ബജി കഴിക്കാൻ തോന്നും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മുളക് ബജി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ സാധാരണ ബജി മുളകും എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എരിവ് കുറവുള്ള ഈ ഒരു തൊണ്ടമുളക് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, ആ ഒരു മുളകും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 20ഓളം മുളകാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിനി വേണ്ട എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുളകിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മസാലക്കൂട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണിനളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്, ഒരു 1/4 ടീസ്പൂണിനളവിൽ ഗരം മസാല പൊടിയും കൂടി. പിന്നെ ഇനി വേണ്ടത് ഒരല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ എല്ലാ മസാലയും ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഓരോ മുളകും കത്തി കൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ ഒരു രീതിക്ക് ഒന്ന് വരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരല്പം മാത്രം, ഒരല്പം പൊടി മാത്രം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ള എല്ലാ മുളകും ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരല്പം മസാല ഈ ഓരോ മുളകിനകത്തും ചേർക്കുമ്പോഴത്തേക്കും നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് മുളകിന് തന്നെ ഒരു പ്രത്യേക രുചി ഉണ്ടാവും. ഇതുപോലെ എല്ലാ മുളകിലും നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ബാറ്ററും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ അരിപ്പൊടി ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പിനെസ് നമ്മുടെ ബജിക്ക് കിട്ടും. പിന്നെ ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂണിനളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിനളവിൽ മുളക് പൊടിയും കൂടി. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂണിനളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണിനളവിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടിയാണ്. നല്ലതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് നമ്മുടെ ഈ പൊടികളുടെയൊക്കെ ആ ഒരു കട്ടയൊക്കെ മാറുന്നത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് പിന്നീട് എക്സ്ട്രാ വെള്ളം ചേർക്കാവുന്നതാണ്. കട്ടയൊന്നുമില്ലാതെ ഈ ഒരു രീതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്നെസ് വേണം കേട്ടോ നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാകേണ്ടത്. അതായത് ഒരുപാട് ലൂസായി പോകരുത്, തീരെ കട്ടിയായിട്ടും ആവശ്യമില്ല, ഇതുപോലെ വേണം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ മാവില റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിപ്പോൾ ബജി പൊരിച്ചെടുക്കുന്നെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ഇതുപോലെ മാവ് തയ്യാറാക്കിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പിന്നീട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഇത് പൊരിച്ചെടുക്കുന്നതിൻ്റെ പേരിലാണ് ഒരല്പം ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ബാറ്റർ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതൊന്ന് ഓരോ മുളകും നമ്മുടെ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പരന്ന ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മുക്കിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനേക്കാളും എളുപ്പത്തിൽ കുറച്ച് മാവ് മാത്രം നമുക്ക് ചിലവാക്കി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് ഇതൊരു ഗ്ലാസ്സിലേക്കോ ഈ മാവ് ഒരു ഗ്ലാസ്സിലേക്ക് ചേർക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി ബോട്ടിലേക്കോ ചേർത്തിട്ട് അതിൽ നിന്ന് മുളക് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോ മുളകും മാവിലേക്ക് ഡിപ്പ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ടൊന്ന് കളറ് മാറുമ്പോൾ മാത്രം നമുക്കിത് എടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, തീരെ ഫ്ലെയിം കുറച്ചും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മുളക് ബജിയാണ്
പൊളിയാണ് കേട്ടോ. ഇതുവരെയും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.